എയർപോർട്ടിൽ വെച്ച് ഈ പറയുന്ന നേതാക്കളെ കണ്ടു എന്ന് പറഞ്ഞ ഒരു ആരോപണം എനിക്കത് ദുർബലമായ വാദമാണ്. പറയൂ, ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് വി.ഡി. സതീശൻ ഈ അദാനിയുടെ ഗ്രൂപ്പ് കോർഡിനേറ്ററെ കണ്ടത്? അല്ല, അത് വി.ഡി. സതീശൻ വിശദീകരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഈ ഭരണം തുടങ്ങി 10-ാം ദിവസം ദുർബലമായ വാദങ്ങൾ വന്നാൽ അത് അല്ല, മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് വി.ഡി. സതീശൻ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി മംഗലാപുരത്ത് ഒരു JDS എന്ന് പറയുന്ന NDA ഘടകകക്ഷി നേതാവിനെ കണ്ട ചുള്ളിക്കമ്പ്, ആ ആരോപണം ചുള്ളിക്കമ്പ്. അതേസമയം മുഖ്യമന്ത്രിയായ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ അറിയാതെ ആ വിഷയത്തിൽ പിന്നീട് അന്വേഷണം പ്രഖ്യാപിച്ച വിഷയത്തിൽ ADGP സ്വന്തം ആവശ്യത്തിന് RSS നേതാവിനെ പോയി കണ്ട വലിയ ശക്തിയുള്ള വാദം. റോയ് മാത്യുവിന്റെ അപ്പോയിന്റ്മെന്റ് നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? റോയ് മാത്യു ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ സ്മൃതി ന്യായീകരിക്കോ? കേരളത്തിൽ ഏതെങ്കിലും മനുഷ്യന് ന്യായീകരിക്കോ? ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എത്രമാത്രം വൃത്തികെട്ട പോസ്റ്റാ നമ്മളെല്ലാവരും കണ്ടതല്ലേ? അങ്ങനെ ഒരാളാണോ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ട് വരേണ്ടത്? സ്മൃതിക്ക് യോജിക്കാൻ പറ്റുമോ? സ്മൃതിയോട് യോജിക്കാൻ പറയണ്ട. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ CPM പറ്റില്ല. എനിക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. ഞാനത് പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായി ഇതേപോലെ വളരെ മോശം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ ഒരു പ്രത്യേക സമുദായത്തിനെതിരെ വംശീയ വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിൽ പോലും പ്രസ്താവന നടത്തിയത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു നേതാവിനെ നിയമിച്ചതിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിയമിച്ചതിൽ താങ്കളുടെ അഭിപ്രായം എന്താ? എനിക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. നിങ്ങളെല്ലാം തീർന്നു എന്ന മട്ടിൽ അവതരിപ്പിക്കേണ്ടതില്ല. മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വിശദീകരിക്കട്ടെ. ആ വിശദീകരണം കേട്ട ശേഷം ബാക്കി വിമർശനം. അതെ, ബാക്കിയെല്ലാം വിശദീകരണം വന്നല്ലോ. ചാർട്ടേഡ് ഫ്ലൈറ്റ് വിശദീകരണം വന്നു. സ്വന്തം ഘടകകക്ഷികളോട് എന്തിനാണ് അവരുടെ വകുപ്പിൽ ഒരു ഡയറക്ടർ എന്നുള്ളതിന് അടക്കമുള്ള വിശദീകരണം കൊടുത്താൽ മതി. നമ്മളെന്ന് പറയേണ്ട, ഘടകകക്ഷികളെങ്കിലും വിശദീകരിച്ചാൽ മതി എന്നുള്ളതാണ്.